സ്കൂളിൽ നല്ല ശുഷ്കാന്തിയും നല്ല ചിട്ടയും വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഹണി എന്ന് പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. നോക്കട്ടെ. ഞങ്ങൾ 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. സ്കൂളിംഗ് ഒരുമിച്ചായിരുന്നു. ഹണിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഹണി ഒരിക്കലും സ്കൂളിൽ വരാറില്ലായിരുന്നു. ഒരു മടിച്ചിയായിരുന്നു. വല്ലപ്പോഴും മാത്രമേ സ്കൂളിൽ വരാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളെ മാവേലി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. പിന്നെ ഈ അടുത്ത നാളിൽ എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലെല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ചതിന് ശേഷം ഇപ്പം വീണ്ടും ആ സൗഹൃദം എല്ലാവരും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹണിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ചെയ്തത് ഏറ്റവും നല്ലതായിരുന്നു എന്ന് ഒരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു ക്യാരക്ടർ ഏതാണ്? ഹണിയുടെ സുഹൃത്താണോ? ഞാൻ വിചാരിക്കണം മൂപ്പർ നല്ല ഹണിക്ക് നല്ല അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു, നല്ല പഠിപ്പിസ്റ്റായിരുന്നു, നല്ല കാര്യപ്രാപ്തി, നല്ല കൃത്യമായ ഡിസിപ്ലിന്, സ്കൂളിൽ കൃത്യമായി വരും, രാവിലെ സ്കൂളിൽ പോയില്ലെങ്കിൽ കരയും, സ്കൂളിൽ പോയില്ലെങ്കിൽ കരയും, ഞായറാഴ്ച ദിവസം പോലും സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് വേണം വെക്കും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി വരുന്നത്. പക്ഷെ മടിച്ചിയായിരുന്നു മാവേലി. എന്താണ് ഈ മാവേലി? കാരണം ഞാൻ ഇടയ്ക്ക് മുങ്ങി കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടേ കയറുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഈ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പേരൻസിന് ഭയങ്കര ഇപ്പൊ ചെറിയൊരു തലവേദന വന്നാലും അന്നാ വേണ്ട, റെസ്റ്റ് എടുത്തോട്ടെ പാവം കൊച്ച് അതൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരുത്തും. അവര് അതെ അതെ അമ്മയായിരുന്നു കുറച്ചുകൂടി ഭയങ്കര കെയർ. അപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങനെ മാവേലിയായിട്ട്, പക്ഷെ അതിന് പേരായിട്ട് മാറി അല്ലേ? അപ്പൊ വല്ലപ്പോഴേ ഓണത്തിനും സംക്രാന്തിക്കും മാത്രമേ നമ്മളവിടെ പൊങ്ങുന്നുള്ളൂ സ്കൂളില്. പക്ഷെ എന്നാലും സ്കൂളില് പക്ഷെ അത് എനിക്ക് ഭയങ്കര ബോറായിട്ടാ തോന്നാറില്ല. എന്ന് രാവിലെ റെഡിയായി ഒരുങ്ങി സെയിം അവിടെ പോയി ഒരു രസം. എല്ലാ ദിവസവും പോകേണ്ട കാര്യമില്ല. ഒരു മാസം നല്ല മാതൃകാ വിദ്യാർത്ഥിനിയാണ് ഹണി റോസ്. നല്ല പാഠങ്ങളാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയാൽ മതി.